Contractor management. Contractors are used widely in the workplace, either to deliver a specific project or skill, or to deliver extra labor when needed. For example, a site wanting to extend the premises would usually take on a building contractor to deliver the project rather than employing the manpower directly. In the same way, a company may engage a self-employed training contractor to deliver a training course. കരാറുകാരന്റെ മാനേജ്മെന്റ്. തൊഴിലിടങ്ങളിൽ കരാറുകാരെ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഒരു പ്രത്യേക പ്രോജക്റ്റോ വൈദഗ്ധ്യമോ നൽകാനോ അല്ലെങ്കിൽ ആവശ്യാനുസരണം അധിക തൊഴിലാളികളെ ലഭ്യമാക്കാനോ വേണ്ടിയാകാം ഇത്. ഉദാഹരണത്തിന്, തങ്ങളുടെ കെട്ടിടം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൈറ്റ് സാധാരണയായി തൊഴിലാളികളെ നേരിട്ട് നിയമിക്കുന്നതിനു പകരം പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ ഒരു നിർമ്മാണ കരാറുകാരനെ തെരഞ്ഞെടുക്കുന്നു. അതുപോലെ ഒരു കമ്പനി ഒരു പരിശീലന കോഴ്സ് നടത്താൻ ഒരു സ്വയം തൊഴിൽ പരിശീലന കരാറുകാരനെ നിയമിച്ചേക്കാം. Contractors are engaged by clients in lots of different circumstances at work. A contractor may be engaged to perform a one-off service, such as the refitting of an IT suite, or they may be engaged on a more permanent basis to provide in-house catering or cleaning services. വിവിധ സാഹചര്യങ്ങളിൽ ക്ലയന്റുകൾ കരാറുകാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഒരു തവണ മാത്രം നൽകുന്ന ഒരു സേവനത്തിനാകാം കരാറുകാരനെ നിയമിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു IT സ്യൂട്ട് നവീകരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സ്ഥിരമായ അടിസ്ഥാനത്തിൽ ഇൻ-ഹൌസ് കാറ്ററിംഗ് അല്ലെങ്കിൽ ക്ലീനിംഗ് സേവനങ്ങൾ നൽകാനും അവരെ നിയമിക്കാം. Quite clearly, it is not in the interest of health and safety for the client to ignore the risks associated with the contractor's work, or for the contractor to ignore the risks inherent in the client's workplace. കരാറുകാരന്റെ ജോലിയുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകളെ ക്ലയന്റ് അവഗണിക്കുന്നതും അല്ലെങ്കിൽ ക്ലയന്റിന്റെ തൊഴിലിടത്തിലെ അപകടസാധ്യതകളെ കരാറുകാരൻ അവഗണിക്കുന്നതും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഒട്ടും നല്ലതല്ല. Definitions. Contractor. A person or organization engaged to undertake certain work on behalf of a client, but not under the client's direct supervision and control. Note that the word contractor can be used to indicate both the company providing a contract service and the individual workers who work to provide that service. നിർവചനങ്ങൾ. കരാറുകാരൻ കോൺട്രാക്ടർ ഒരു ക്ലയന്റിനു വേണ്ടി ചില ജോലികൾ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയോ സ്ഥാപനമോ, എന്നാൽ ക്ലയന്റിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമല്ലാത്തവർ. ശ്രദ്ധിക്കുക, കരാറുകാരൻ എന്ന വാക്ക് ഒരു കരാർ സേവനം നൽകുന്ന കമ്പനിയെയും ആ സേവനം നൽകാൻ പ്രവർത്തിക്കുന്ന വ്യക്തിഗത തൊഴിലാളികളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കാം. Client. A person or organization who engages a contractor. ക്ലയന്റ് ഒരു കരാറുകാരനെ നിയമിക്കുന്ന വ്യക്തിയോ സ്ഥാപനമോ. Shared duties. Contractors are responsible for their own health and safety and the health and safety of others who might be affected by their work activities. പങ്കിട്ട കടമകൾ. കരാറുകാർക്ക് അവരുടെ സ്വന്തം ആരോഗ്യത്തിന്റെയും സുരക്ഷയുടെയും അവരുടെ പ്രവർത്തനങ്ങൾ ബാധിച്ചേക്കാവുന്ന മറ്റുള്ളവരുടെ ആരോഗ്യത്തിന്റെയും സുരക്ഷയുടെയും ഉത്തരവാദിത്തമുണ്ട്. A contractor company, e.g., a cleaning company, is an employer in their own right. They therefore owe a duty to their workers, the individual contract cleaners doing the work in a client's premises, other people, such as the client's workers and visitors to the client's premises, who might be affected by their work. ഒരു കരാർ കമ്പനി, ഉദാഹരണത്തിന് ഒരു ക്ലീനിംഗ് കമ്പനി, സ്വന്തം നിലയിൽ ഒരു തൊഴിലുടമയാണ്. അതിനാൽ അവർക്ക് താഴെ പറയുന്നവരോട് കടമയുണ്ട്. അവരുടെ തൊഴിലാളികൾ, ഒരു ക്ലയന്റിന്റെ പരിസരത്ത് ജോലി ചെയ്യുന്ന വ്യക്തിഗത കരാർ ക്ലീനർമാർ, അവരുടെ ജോലി ബാധിച്ചേക്കാവുന്ന മറ്റാളുകൾ, ക്ലയന്റിന്റെ തൊഴിലാളികളും ക്ലയന്റിന്റെ പരിസരം സന്ദർശിക്കുന്നവരും ഉൾപ്പെടെ. And the individual cleaners doing the work in the client's premises are workers of the contract cleaning company. They therefore owe a duty to themselves, other people, such as fellow workers, the client's workers and visitors to the client's premises, who might be affected by what they do. ഒരു ക്ലയന്റിന്റെ പരിസരത്ത് ജോലി ചെയ്യുന്ന വ്യക്തിഗത ക്ലീനർമാർ കരാർ ക്ലീനിംഗ് കമ്പനിയുടെ തൊഴിലാളികളാണ്. അതിനാൽ അവർക്ക് താഴെ പറയുന്നവരോട് കടമയുണ്ട്. അവർക്ക് സ്വയം, മറ്റുള്ളവർക്ക്, സഹപ്രവർത്തകർ, ക്ലയന്റിന്റെ തൊഴിലാളികൾ, ക്ലയന്റിന്റെ പരിസരം സന്ദർശിക്കുന്നവർ എന്നിവരുൾപ്പെടെ അവരുടെ പ്രവർത്തനങ്ങൾ ബാധിച്ചേക്കാവുന്നവർ. The client as an employer owes a duty to their own workers, others who might be affected by their work, including the contract cleaners in the premises, any other workers in the premises, such as other contractors, visitors to the client's premises. ക്ലയന്റിന് ഒരു തൊഴിലുടമ എന്ന നിലയിൽ താഴെ പറയുന്നവരോട് കടമയുണ്ട്. അവരുടെ സ്വന്തം തൊഴിലാളികൾ, അവരുടെ ജോലി ബാധിച്ചേക്കാവുന്ന മറ്റുള്ളവർ ഉൾപ്പെടെ, പരിസരത്തെ കരാർ ക്ലീനർമാർ, പരിസരത്തെ മറ്റു തൊഴിലാളികൾ, മറ്റ് കരാറുകാർ ഉൾപ്പെടെ, ക്ലയന്റിന്റെ പരിസരം സന്ദർശിക്കുന്നവർ. The individual workers of the client also owe a duty to themselves, other people, such as contract cleaners, fellow workers, visitors, who might be affected by what they do. ക്ലയന്റിന്റെ വ്യക്തിഗത തൊഴിലാളികൾക്കും താഴെ പറയുന്നവരോട് കടമയുണ്ട്. അവർക്ക് സ്വയം, മറ്റുള്ളവർക്ക്,
കരാർ ക്ലീനർമാർ, സഹപ്രവർത്തകർ, സന്ദർശകർ എന്നിവരുൾപ്പെടെ അവരുടെ പ്രവർത്തനങ്ങൾ ബാധിച്ചേക്കാവുന്നവർ. Put simply, the contractor and their workers owe a duty to everyone, and the client and their workers also owe a duty to everyone. The key thing to recognize from the above is that the responsibility for ensuring health and safety is therefore shared between the client and the contractor. It is in both parties' interests to ensure that each does everything that might be considered reasonable in the circumstances to discharge their duties and avoid criminal liability. ലളിതമായി പറഞ്ഞാൽ കരാറുകാരനും അവരുടെ തൊഴിലാളികൾക്കും എല്ലാവരോടും കടമയുണ്ട്, ക്ലയന്റിനും അവരുടെ തൊഴിലാളികൾക്കും എല്ലാവരോടും കടമയുണ്ട്. മുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ക്ലയന്റും കരാറുകാരനും പങ്കിടുന്നു എന്നതാണ്. തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിനും ക്രിമിനൽ ബാധ്യത ഒഴിവാക്കുന്നതിനും സാഹചര്യങ്ങൾക്കനുസരിച്ച് ന്യായമായതെല്ലാം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ഇരുവർക്കും താൽപ്പര്യമുള്ള കാര്യം. The way that a client manages contractors can be broken down into 3 key areas: selection of contractors, planning and coordination of the work, monitoring and managing the work. ഒരു ക്ലയന്റ് കരാറുകാരെ കൈകാര്യം ചെയ്യുന്ന രീതിയെ 3 പ്രധാന മേഖലകളായി തിരിക്കാം. കരാറുകാരുടെ തെരഞ്ഞെടുപ്പ്, ജോലിയുടെ ആസൂത്രണവും ഏകോപനവും, ജോലിയുടെ നിരീക്ഷണവും മാനേജ്മെന്റും.